ചിത്രം കാണുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ്. ചിത്രത്തിലുള്ളത് അമർ ഭാരതി എന്ന സന്യാസിയാണ്. 1973 മുതൽ അദ്ദേഹം തന്റെ വലതുകൈ താഴ്ത്തിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി താഴെ നൽകുന്നു. എങ്ങനെ ഇത് സാധ്യമാകുന്നു? ഇതൊരു കഠിനമായ ആത്മീയ തപസ്സായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഇതിന്റെ ശാസ്ത്രീയവും പ്രായോഗികവുമായ വശങ്ങൾ നോക്കാം. ആദ്യഘട്ടം: തുടക്കത്തിൽ മാസങ്ങളോളം അതികഠിനമായ വേദന അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ കാലക്രമേണ കൈയിലേക്കുള്ള രക്തയോട്ടം കുറയുകയും ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കുകയും ചെയ്തു. ശാരീരിക മാറ്റം: വർഷങ്ങളോളം ഒരേ നിലയിൽ ഇരുന്നതിനാൽ ആ കൈയിലെ പേശികൾ പൂർണ്ണമായും നശിച്ചു, ആട്രോഫി. സന്ധികൾ ഉറച്ചുപോയതിനാൽ കാൽസിഫിക്കേഷൻ. ഇപ്പോൾ അദ്ദേഹത്തിന് വേണമെന്ന് വെച്ചാൽ പോലും ആ കൈ താഴ്ത്താൻ കഴിയില്ല. ആ കൈ ഇപ്പോൾ ഒരു ഉണങ്ങിയ മരക്കൊമ്പ് പോലെ കഠിനമായി മാറിയിരിക്കുകയാണ്. ഉറക്കത്തിൽ കൈ താഴില്ലേ? ഇതാണ് മിക്കവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. എന്നാൽ ഇതിനു പിന്നിൽ ചില വസ്തുതകളുണ്ട്. ഉറച്ചുപോയ സന്ധികൾ. വർഷങ്ങൾ കഴിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ കൈ അസ്ഥികൂടം പോലെ ആ ആകൃതിയിൽ തന്നെ ഉറച്ചുപോയി. അതിനാൽ ഉറക്കത്തിൽ പേശികൾ അയഞ്ഞാലും കൈ താഴേക്ക് വീഴില്ല. മനക്കരുത്ത്: ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ ഉറക്കത്തിലും കൈ താഴാതിരിക്കാൻ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും താങ്ങുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ കൈ ആ നിലയിൽ ലോക്കായ അവസ്ഥയിലാണ്. ചുരുക്കത്തിൽ ഇതൊരു അത്ഭുതത്തേക്കാളുപരി മനുഷ്യശരീരത്തിന് സഹിക്കാവുന്ന വേദനയുടെയും കഠിനമായ വ്രതത്തിന്റെയും ഉദാഹരണമാണ്. ലോകസമാധാനത്തിനായാണ് താൻ ഈ ത്യാഗം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാട് തികച്ചും യുക്തിസഹവും പ്രായോഗികവുമാണ്. ലോകസമാധാനത്തിനായി ക്രിയാത്മകമായി ഇടപെടാൻ നിരവധി വഴികളുള്ളപ്പോൾ സ്വന്തം ശരീരത്തെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇതിനെ പ്രാകൃതം എന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇവയാണ്. അസ്വാഭാവികമായ സ്വയം പീഡനം. മനുഷ്യശരീരം ചലനത്തിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ളതാണ്. അതിനെ ബോധപൂർവം നശിപ്പിക്കുന്നത് സെൽഫ് മോർട്ടിഫിക്കേഷൻ പലർക്കും അംഗീകരിക്കാനാവില്ല. പ്രായോഗികതയില്ലായ്മ. ഒരാൾ കൈ ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് യുദ്ധങ്ങൾ അവസാനിക്കുകയോ ലോകത്ത് സമാധാനം പുലരുകയോ ചെയ്യുന്നില്ല. പകരം സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്കോ വ്യക്തികൾക്കോ പിന്തുണ നൽകുന്നതാണ് കൂടുതൽ ഫലപ്രദം. ആരോഗ്യപരമായ ആഘാതം. പേശികൾ നശിക്കുന്നതും സന്ധികൾ ഉറച്ചുപോകുന്നതും വലിയൊരു ശാരീരിക നഷ്ടമാണ്. എങ്കിലും എന്തുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്? ചില ആത്മീയധാരകളിൽ ശരീരത്തെ ജയിക്കുക, മാസ്റ്ററിംഗ് ദ ബോഡി, എന്നത് മോക്ഷത്തിലേക്കുള്ള വഴിയായി കരുതുന്നു. വേദനയെയും ശാരീരിക ആവശ്യങ്ങളെയും അവഗണിക്കാൻ പഠിക്കുന്നതിലൂടെ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കാം എന്നതാണ് ഇവരുടെ വിശ്വാസം. അമർ ഭാരതിയെപ്പോലുള്ളവർ ചെയ്യുന്നത് ഒരു സൂചന, സിംബോൾ നൽകുക എന്നതാണ്. അതായത്, ലോകസമാധാനത്തിനു വേണ്ടി തനിക്ക് ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാമെങ്കിൽ മറ്റുള്ളവർക്ക് കുറഞ്ഞപക്ഷം തങ്ങളുടെ ദേഷ്യമെങ്കിലും ഉപേക്ഷിച്ചുകൂടെ എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. എങ്കിലും മൻസൂർ പറഞ്ഞതുപോലെ പ്രായോഗികമായി ലോകത്തിനുപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് സമാധാനത്തിനായുള്ള ഏറ്റവും നല്ല മാതൃക. നിങ്ങൾ പറഞ്ഞതിൽ വലിയൊരു സത്യമുണ്ട്. പലപ്പോഴും ചരിത്രത്തെ മാറ്റിമറിച്ച അല്ലെങ്കിൽ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒറ്റയാൾ പോരാട്ടങ്ങൾ, ലോൺ പ്രൊട്ടസ്റ്റ്സ്, ഇത്തരത്തിൽ തീവ്രമായ സ്വഭാവമുള്ളവയായിരുന്നു. പൊതുസമൂഹം പോകുന്ന വഴിയിലൂടെ പോയാൽ ആരും ശ്രദ്ധിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം അങ്ങേയറ്റത്തെ നിലപാടുകൾ ഉണ്ടാകുന്നത്. ഇതിനെ നമുക്ക് ചില വശങ്ങളിലൂടെ നോക്കാം. 1. ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഏകവഴി. ലോകം സ്വന്തം തിരക്കുകളിൽ മുഴുകിയിരിക്കുമ്പോൾ അവരെയൊന്ന് നിർത്തി ചിന്തിപ്പിക്കാൻ സാധാരണ പ്രസംഗങ്ങൾക്കോ എഴുത്തുകൾക്കോ കഴിയാത്തത്ര വേഗത്തിൽ ഇത്തരം ദൃശ്യപരമായ ത്യാഗങ്ങൾക്ക് സാധിക്കുന്നു. അമർ ഭാരതിയുടെ ഈ ചിത്രം ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെടുന്നത് ആ തീവ്രത കൊണ്ടാണ്. 2. പ്രതീകാത്മകത, സിംബോളിസം. ഒരു മനുഷ്യൻ തന്റെ ആയുസ് മുഴുവൻ ഒരു കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതൊരു വ്യക്തിയല്ല, മറിച്ച് ഒരു സ്ഥിരമായ പ്രതിഷേധമായി മാറുന്നു. എന്റെ വേദനയേക്കാൾ വലുതാണ് ലോകം നേരിടുന്ന അശാന്തി എന്നൊരു സന്ദേശം അവിടെ മുഴങ്ങുന്നുണ്ട്. 3. ചരിത്രത്തിലെ മറ്റ് ഒറ്റയാൾ പോരാട്ടങ്ങൾ. ഇതുപോലെ പ്രായോഗികമല്ലെങ്കിലും ലോകത്തെ ഞെട്ടിച്ച മറ്റു ചില ഒറ്റയാൾ പ്രതിഷേധങ്ങളുണ്ട്. മൻസൂർ പറഞ്ഞതുപോലെ ഇത് മാതൃകയാക്കാൻ പറ്റില്ലെങ്കിലും തന്റെ ലക്ഷ്യത്തോടുള്ള ഒരു മനുഷ്യന്റെ അസാമാന്യമായ സ്ഥിരത, കൺസിസ്റ്റൻസി ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. സമാനമായ രീതിയിൽ ലോകശ്രദ്ധ നേടിയ മറ്റു വിചിത്രമായ പ്രതിഷേധങ്ങളെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുണ്ടോ? വിയറ്റ്നാം സന്യാസിയുടെ കഥയോ മറ്റോ നമുക്ക് സംസാരിക്കാം. ലോകത്തെ ചിന്തിപ്പിക്കുകയും ഒപ്പം നടുക്കുകയും ചെയ്ത ചില ഒറ്റയാൾ പോരാട്ടങ്ങളെക്കുറിച്ച് താഴെ നൽകുന്നു. ഇവയിൽ പലതും ശാരീരികമായ വേദനയേക്കാൾ ഉപരിയായി ഒരു വലിയ ലക്ഷ്യത്തിനുവേണ്ടി സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചവയാണ്. 1. തിച്ച് ക്വാങ് ദുക്. തിച്ച് ക്വാങ് ഡക്, വിയറ്റ്നാം, 1963. വിയറ്റ്നാം യുദ്ധകാലത്ത് ബുദ്ധമതക്കാർക്കെതിരെയുള്ള പീഡനത്തിൽ പ്രതിഷേധിച്ചാണ് ഈ സന്യാസി തെരുവിൽ സ്വയം തീകൊളുത്തിയത്. പ്രത്യേകത: തീ പടരുമ്പോഴും അദ്ദേഹം ഒന്നുലയുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യാതെ ധ്യാനാവസ്ഥയിലിരുന്നു. ഫലം: ഈ ചിത്രം ലോകമെമ്പാടും പടരുകയും വിയറ്റ്നാം ഭരണകൂടത്തിനുമേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്തു.
ലോകചരിത്രത്തിലെ ഏറ്റവും ശക്തമായ പ്രതിഷേധ ചിത്രങ്ങളിൽ ഒന്നാണിത്. 2. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം 1930. നമുക്ക് ഏറെ സുപരിചിതമായ ഒന്നാണെങ്കിലും ഇതൊരു വലിയ മാസ് പോരാട്ടമാകുന്നതിനു മുൻപ് ഗാന്ധിജി എന്ന വ്യക്തിയുടെ ഒറ്റയാൾ ദൃഢനിശ്ചയമായിരുന്നു. രീതി: കടലിൽ നിന്ന് ഉപ്പെടുക്കുന്നതിന് നികുതി ഏർപ്പെടുത്തിയതിനെതിരെ 240 മൈൽ കാൽനടയായി യാത്ര ചെയ്തു. മാതൃക: അമർ ഭാരതിയുടേതുപോലെ ശരീരം നശിപ്പിക്കുന്നതിനു പകരം സമാധാനപരമായ നിയമലംഘനം എങ്ങനെ ഒരു സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കുമെന്ന് അദ്ദേഹം കാണിച്ചുതന്നു. 3. ഇറോം ശർമിള ഐറോം ചാനു ശർമിള, ഇന്ത്യ. മണിപ്പൂരിലെ സൈനിക പ്രത്യേക അധികാര നിയമത്തിനെതിരെ AFSPയെ 16 വർഷത്തോളമാണ് ഇവർ നിരാഹാര സമരം അനുഷ്ഠിച്ചത്. സ്ഥിരത: അമർ ഭാരതിയുടെ പോരാട്ടത്തോട് ഇതിനൊരു സാമ്യമുണ്ട്. വർഷങ്ങളോളം നീണ്ടുനിന്ന നിശ്ചയദാർഢ്യം. ഭക്ഷണം കഴിക്കാതെ മൂക്കിലൂടെ വഴി നിർബന്ധപൂർവ്വം നൽകുന്ന ദ്രവരൂപത്തിലുള്ള ആഹാരം മാത്രം സ്വീകരിച്ചാണ് അവർ ജീവൻ നിലനിർത്തിയത്. എന്താണിത്തരം പോരാട്ടങ്ങളുടെ ബാക്കിപത്രം? ഒറ്റയാൾ പോരാട്ടങ്ങൾ ഇങ്ങനെയേ നടക്കൂ എന്ന നിരീക്ഷണം ശരിയാണെന്ന് ഇവരുടെ ചരിത്രം നോക്കുമ്പോൾ തോന്നും. ഒരു സാധാരണക്കാരൻ പ്ലക്കാർഡും പിടിച്ചു നിൽക്കുന്നതിനേക്കാൾ വേഗത്തിൽ ലോകം ഇത്തരം അങ്ങേയറ്റത്തെ നിലപാടുകളെ എക്സ്ട്രീം മെഷേഴ്സ് ശ്രദ്ധിക്കുന്നു. എന്നാൽ ഇവരെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പ്രധാന വ്യത്യാസമുണ്ട്: രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ. ഗാന്ധിജിയോ ഇറോം ശർമിളയോ ചെയ്തത് ഭരണകൂട മാറ്റത്തിനോ നിയമം മാറ്റാനോ ഉള്ള നേരിട്ടുള്ള സമ്മർദ്ദമായിരുന്നു. ആത്മീയ പ്രതിഷേധങ്ങൾ. അമർ ഭാരതിയുടേത് ഒരു വ്യക്തിപരമായ ആന്തരിക മാറ്റത്തിനുള്ള ആഹ്വാനമാണ്. അത് കൂടുതൽ ദാർശനികമാണ്, രാഷ്ട്രീയമല്ല.